Hi, hello, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു and welcome back to THANU'S Diaries. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ DME ഇൻ്റർവ്യൂ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് വന്നിട്ടുള്ളത് ICU റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ICU റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാമോ എന്ന്. സോ ആ Q&A ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒട്ടും വെയിറ്റ് ആണ്, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി വിഭാഗങ്ങളുണ്ട്. അതായത് പീഡിയാട്രിക് ICU, സർജറി ICU, ട്രോമ ICU, അതായത് ന്യൂറോ ICU, അങ്ങനെ ICU തന്നെ പല തരത്തിലുണ്ടല്ലേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ICUയിൽ വർക്ക്സ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ ICU റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം ഇൻ്റർവ്യൂവിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ICU എന്ന് പറയുമ്പോഴത്തേക്ക് വാർഡ് പോലെയല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ICUവിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് നേഴ്സ് ആണെന്ന് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ICU നേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തിക്ക് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ICU നേഴ്സിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ICU നേഴ്സ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ICU നേഴ്സ് ആവാനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണുള്ളത്, ആ ക്വാളിറ്റീസ് നിങ്ങളിലുണ്ടോ, ഒരു ICU അല്ലെങ്കിൽ വാർഡ് നേഴ്സ് എന്നതിൻ്റെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ICU നേഴ്സിൻ്റെ ക്വാളിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ICUയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. സോ ICU നേഴ്സിൻ്റെ ക്വാളിറ്റീസ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ക്ലിനിക്കൽ കോമ്പീറ്റൻസി ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പെർഫെക്റ്റായിട്ട് ഉണ്ടായിരിക്കണം, പിന്നെ പ്രൊഫഷണൽ സ്കിൽസിൽ നല്ല സ്കിൽഫുള്ളായിട്ടുള്ളൊരു പേഴ്സണ് മാത്രമേ ICU മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വാർഡ് പോലെയല്ല, വാർഡിൽ നമുക്ക് സാധാരണയുള്ള ഇഞ്ചക്ഷൻസ്, ട്രിപ്പ് ഇതൊക്കെ കൊടുത്താൽ മതി. പക്ഷേ ICUയിൽ അങ്ങനെയാണോ? വെൻറ്റിലേറ്ററൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ വെൻറ്റിലേറ്റർ മാനേജ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഇൻഫ്യൂഷൻ പമ്പ്, അതായത് മോഡേൺ ആയിട്ട് ഉള്ള കുറച്ച് ഫെസിലിറ്റീസ്, ഇഞ്ചക്ഷൻസ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ്, പിന്നെ കുറച്ച് സ്കിൽഫുള്ളായിട്ട് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള, എസ്പെഷ്യലി വെൻറ്റിലേറ്റർ, പിന്നെ നമുക്കിപ്പം CPR കൊടുക്കേണ്ടി വരും. ആൻഡ് ഓൾസോ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ കാർഡിയാക് അറസ്റ്റ്, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഷോക്ക് കൊടുക്കേണ്ടി വരും. സോ അത് മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഡിഫിബ്രിലേറ്റർ മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇൻഫ്യൂഷൻ പമ്പ്സ് മാനേജ്, അപ്പം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ യു സെലക്ട് ICU നഴ്സിംഗ്. എന്തുകൊണ്ട് നിങ്ങൾ ICU നഴ്സിംഗ് സെലക്ട് ചെയ്തു, ഒരു ICU സ്റ്റാഫ് നേഴ്സായിട്ട് നിങ്ങൾ പോകാനുള്ള സാഹചര്യം കാരണം ചോദിച്ചേക്കാം. സോ അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണോ, അതോ അതല്ലാതെ നിങ്ങൾ സാഹചര്യം മുഖേന പോസ്റ്റ് ചെയ്തതാണോ, അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ യു ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് ഇൻ ICU വർക്കിംഗ്. അതായത് നിങ്ങൾ ICUയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാർഡിൽ വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിനിക്കൽ വർക്ക് ചെയ്യുമ്പം അതിന് വളരെയധികം ഡിഫറൻസ് ഉണ്ടല്ലേ. സോ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ആൻ ICU ഫോർ ദ പാസ്റ്റ് എത്ര വർഷം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പറയാം. ദെൻ വേർ ഐ ഹാവ് മാനേജ്ഡ് എ വെറൈറ്റി ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് ഇൻക്ലൂഡിംഗ് ദോസ് വിത്ത് മൾട്ടി സിസ്റ്റം ഓർഗൻ ഫെയിലിയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ, സിവിയർ ട്രോമ. ഒരുപാട് പുതിയ കേസസ് നമ്മൾ പഠിക്കുകയാണ്, പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുകയാണ്. സോ വാർഡിലൊന്നും ഇത് നടക്കത്തില്ലല്ലോ. പുതിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ യു പ്രയോറിറ്റൈസ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. അപ്പം നമുക്കറിയാം ICUയിലാകുമ്പം 16 ബെഡ് ഉണ്ടെങ്കിൽ 16 ബെഡിലും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ്. മെയിനായിട്ട് മെഡിക്കൽ കോളേജ് ആകുമ്പോഴത്തേക്ക് അത്രയും തിരക്ക് വരുന്ന സ്ഥലത്ത് എല്ലാം ക്രിട്ടിക്കലി ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു ICU സെറ്റപ്പിനകത്ത് കാണത്തുള്ളൂ കേട്ടോ. സോ അപ്പം ഈ 16 പേഷ്യൻസിനെ നിങ്ങൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കെയർ കൊടുക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് ആണ്. സോ വാർഡ് പോലെ അല്ല, അല്ലെങ്കിൽ ട്രയാജ് ചെയ്യുന്നത് പോലെയല്ല, നിങ്ങൾ എങ്ങനെ ഇത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് ചോദ്യം. വളരെ ശ്രദ്ധിച്ച് ആൻസർ പറയുക. സോ ഇവിടെ ഞാനൊരു പോസിബിൾ ആൻസർ ഷെയർ ചെയ്യാം. ഇൻക്ലൂഡിംഗ് ദോസ് വിത്ത് മൾട്ടി സിസ്റ്റം ഓർഗൻ ഫെയിലിയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ, സിവിയർ ട്രോമ പേഷ്യൻസ് എല്ലാവരും കാണുമല്ലോ. ഐ ആം പ്രൊഫഷൻ ഇൻ യൂസിങ് അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്, മോണിറ്ററിങ് വൈറ്റൽ സയൻസ്, ദെൻ അഡ്മിനിസ്ട്രിങ് കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ വൈറ്റൽ സയൻസ് നോക്കി അല്ലെങ്കിൽ ABC ചെക്ക് ചെയ്ത്
അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കെയർ പ്രയോറിറ്റൈസ് പ്രയോറിറ്റൈസ് ചെയ്ത് അപ്ലൈ ചെയ്യുമെന്ന് നിങ്ങൾ പറയുക. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും, ഒരു ഡിസീസ് കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും എക്സാമ്പിൾ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് സാച്ചുറേഷൻ ഫോൾ ആവുന്നു, അടുത്തൊരു പേഷ്യൻറ്റിന് BP കൂടുന്നു. ഫസ്റ്റ് ഏത് പേഷ്യൻ്റിനായിരിക്കും നിങ്ങൾ പെട്ടെന്ന് നോക്കുക? സാച്ചുറേഷൻ ഫോൾ ആവുന്ന പേഷ്യൻറ്റിന് അല്ലേ. സോ പെട്ടെന്ന് തന്നെ അതിനെ ട്യൂബ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, വെന്റിലേറ്ററായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പിന്നെ ഹൈപ്പോഗ്ലൈസിയമായിട്ട് ഒരു പേഷ്യൻ്റ് കിടക്കുന്നു, പിന്നെ എന്താ ഒരു പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് പെയിൻ എടുത്ത് വിളിക്കുന്നു, ഏത് പേഷ്യൻ്റ് നിങ്ങൾ ഫസ്റ്റ് കെയർ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഹൈപ്പോഗ്ലൈസിയമ. കാരണം ഹൈപ്പോഗ്ലൈസിയമ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, പേഷ്യൻ്റ് ഷോക്കിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഡെത്ത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ പെട്ടെന്നുണ്ടാവും. സോ നമ്മൾ ആദ്യം മാനേജ് ചെയ്യേണ്ടതാണ് ഹൈപ്പോഗ്ലൈസിമിക് പേഷ്യൻസിനെയാണ്. സോ അങ്ങനെയൊക്കെ നമ്മൾ ഓരോരോ കണ്ടീഷൻസ് വെച്ച് ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിയായിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ദെൻ സ്റ്റെപ്സ് ഓഫ് ക്രിട്ടിക്കൽ കെയർ. ക്രിട്ടിക്കൽ കെയറിൻ്റെ സ്റ്റെപ്സ് അല്ല, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ദ പേഷ്യൻറ്റിനെ അവരുടെ നീഡ്സ് അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക. ദെൻ പ്രിവെൻറ്റീവ് മാനേജ്മെൻറ്റ്, ABC മാനേജ്മെൻറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവുക കേട്ടോ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ദ പേഷ്യൻറ്റ്. അതിനനുസരിച്ചിട്ട് വേണം ICU പേഷ്യൻറ്റിന് കെയർ കൊടുക്കാൻ. ടീം വർക്കായിട്ട് നിന്ന് നമ്മൾ ചെയ്യണം കേട്ടോ. ICU എന്ന് പറയുമ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ഏരിയ. എപ്പോൾ വേണമെങ്കിൽ ആർക്ക് എന്ത് വേണമെങ്കിൽ സമയം, കാരണം അത്രയും ഇല്ലായിട്ടുള്ള പേഷ്യൻസാണ്, ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസാണ് കിടക്കുന്നത്. സോ വളരെ ശ്രദ്ധിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കെയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിക്കാം, ചലഞ്ചിങ് സിറ്റുവേഷൻ യു ഹാവ് ഫേസ്ഡ്. നിങ്ങൾ ഏതെങ്കിലും ICUയിൽ ഏതെങ്കിലും ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു? സോ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ദെൻ ഹൗ യു മാനേജ് യുവർ ഇമോഷൻസ്. അപ്പോൾ ICU ആകുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഇമോഷണൽ ഡാമേജ് വരുന്നൊരു സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഡെത്ത് നടക്കുന്ന സ്ഥലം, ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ആൾക്കാർ, ഭയങ്കര വർക്ക് പ്രഷറുള്ള സ്ഥലം. സോ അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഇമോഷൻസ് മാനേജ് ചെയ്യുന്നു, അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. സോ അതിന് നിങ്ങൾ ഈ ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട് വന്നതാണ്, സോ ഈ ഒരു ജോലി നമ്മൾ താല്പര്യത്തോടുകൂടെ ചെയ്യുന്നതാണ്. സോ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റോൾ ഓഫ് ടീം വർക്ക് ഇൻ ICU നേഴ്സ്. നമുക്കറിയാം ICU നേഴ്സിനകത്ത് ഒരു നേഴ്സിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ടീം വർക്കായിട്ട് നിന്നാൽ മാത്രമേ, അതായത് നമുക്ക് ICU ഇതിനകത്തിന് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് നമ്മളോട് കൂടെ വേണം, നഴ്സിംഗ് സ്റ്റാഫ്, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സ്, എല്ലാവരും ഒരു ടീം വർക്കായിട്ട് നിന്നാൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് പേഷ്യൻ്റ് കെയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ദെൻ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ICUവിനകത്ത് മെയിനായിട്ട് കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങളാണ് കോഡ് ബ്ലൂ. വാട്ട് ഈസ് കോഡ് ബ്ലൂ? അപ്പോൾ മെയിനായിട്ട് നമുക്കറിയാം, കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കോഡ് ബ്ലൂ വിളിക്കുന്നത് അല്ലേ. കോഡ് ബ്ലൂവിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ABC ചെക്ക് ചെയ്യുന്നത്, BCLS, പിന്നെ കോഡ് ടീമിനെ വിളിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ICUയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ മണി പോലെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ICUയിൽ വർക്ക് ചെയ്യുന്നവരെ ഇതിനൊന്നും തടയേണ്ട ആവശ്യമില്ല. പല കോഡുണ്ട്, കോഡ് ബ്ലൂ, കോഡ് പിങ്ക്, കോഡ് റെഡ്, അങ്ങനെ ഒരുപാട് കോഡുണ്ട്. സോ ICU റിലേറ്റഡ് ആയിട്ട് തന്നെ അത് നമുക്ക് ഗൂഗിളിനകത്തൊക്കെ തപ്പിയാൽ കിട്ടും. സോ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ICUയിലെ മിക്ക പേഷ്യൻസും വെന്റിലേറ്ററിലായിരിക്കും. സോ നമ്മൾ മെക്കാനിക്കൽ വെന്റിലേറ്ററിൻ്റെ സെറ്റിങ്സ് എല്ലാം അറിഞ്ഞിരിക്കണം, അത്യാവശ്യമുള്ള സെറ്റിങ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. പേഷ്യൻറ്റിൻ്റെ വീനിങ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വീനിങ് എന്ന് വെച്ചാൽ വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ റൂം എയറിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു പ്രോസസ്സിനാണ് വീനിങ് എന്ന് പറയുന്നത്. ഈ വീനിങ് നമ്മൾ പെട്ടെന്നൊന്നും അല്ല ചെയ്യുന്നത്. നമുക്ക് ICU വർക്ക് ചെയ്യുന്നവർക്കറിയാം, വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു പേഷ്യൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ പേഷ്യൻറ്റിനെ ട്യൂബ് മാറ്റി നമ്മൾ റൂം എയറിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് തന്നെ കുറേ സെറ്റ് ചെയ്യുന്ന PCV മോഡ്, PSV മോഡ് അറിയാമല്ലോ, പിന്നെന്താ SIMV, CPAP, അങ്ങനെ കുറേ സെറ്റിങ്സിലോട്ട് ആദ്യം PCVയിലിടുന്നു, PSVയിലിടുന്നു, പിന്നെ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ SIMV കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പേഷ്യൻറ്റിനെ TPs കണക്ട് ചെയ്ത് 24 hours ട്രയൽ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻറ്റിന് ട്യൂബ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ എക്സ്റ്റുബേറ്റ് ചെയ്യുന്നത്. ഇൻറ്റുബേറ്റ് ചെയ്തിട്ട് എക്സ്റ്റുബേഷൻ വരെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് വീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ICUയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഇത് ആദ്യം പേഷ്യൻറ്റിനെ നമ്മൾ കൺട്രോൾ വെന്റിലേഷൻ, പ്രഷർ സപ്പോർട്ട് വെന്റിലേഷൻ, PCV മോഡ്, PSV മോഡ് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ സിങ്ക്രണൈസ്ഡ് ഇൻ്റർമിറ്റൻറ്റ് വെന്റിലേഷൻ. അപ്പോൾ ഇതൊക്കെ ഓരോ പേഷ്യൻ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി ഇതിനോടൊക്കെ പേഷ്യൻറ്റ് പ്രതികരിക്കുന്നുണ്ടോ, സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 24 വെന്റിലേറ്റർ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് 24 hours TPs
ട്രയൽ കൊടുക്കും, അതിനകത്ത് ഓക്സിജൻ കണക്ട് ചെയ്തിട്ട്. സോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു, ഓക്സിജൻ സാച്ചുറേഷനൊക്കെ മെയിൻറ്റെയിൻ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, പേഷ്യൻറ്റിനെ എക്സ്റ്റുബേറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. മെയിനായിട്ടും ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സോ മെക്കാനിക്കൽ വെന്റിലേറ്ററിൻ്റെ സെറ്റിങ്സ്, വീനിങ് പ്രോസസ്സ്, പിന്നെ വാട്ട് മെഷേഴ്സ് വുഡ് യു ടേക്ക് ടു പ്രിവെൻറ്റ് VAP ഇൻ എ വെന്റിലേറ്റർ പേഷ്യൻറ്റ്. നമുക്കറിയാം വെന്റിലേറ്റർ പേഷ്യൻറ്റിൽ മെയിനായിട്ട് വരുന്നത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. അപ്പോൾ ഒരുപാട് ലോങ് ടേം വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ വരുന്ന പേഷ്യൻസിന് നമ്മൾ കറക്റ്റായിട്ട് സക്ഷനും കൊടുത്തില്ല, കറക്റ്റായിട്ടുള്ള സ്റ്റെറൈൽ സക്ഷനൊന്നും അല്ല ഫോളോ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും പേഷ്യൻറ്റ് ന്യൂമോണിയയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എങ്ങനെ നിങ്ങൾ VAP ബണ്ടിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. സോ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് 2 hourly സക്ഷൻ കൊടുക്കണം, സ്റ്റെറൈൽ സക്ഷൻ കൊടുക്കണം, നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ സ്റ്റെറൈലായിട്ട് ചെയ്യുക. സോ അതിനൊക്കെ കുറച്ച് കാര്യം. അപ്പോൾ VAP ബണ്ടിൽ പഠിച്ചു വെച്ചിട്ട് പോകാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീനിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ വീനിങ്ങിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് വയ്ക്കുക. നിങ്ങൾ ഈ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാ ICU ചെയ്യുന്ന കാര്യങ്ങൾ മണി പോലെ അങ്ങ് പറയുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, 2 hourly സ്റ്റെറൈൽ സെക്ഷൻ കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം ചെയ്താലും സ്റ്റെറൈലായിട്ട് ചെയ്യുക. പിന്നെ ഒരു ഹെഡ് ആൻഡ് 30 to 40 degree എലിവേറ്റ് ചെയ്ത് വയ്ക്കുക എല്ലാ മെക്കാനിക്കൽ വെന്റിലേറ്റർ പേഷ്യൻസിനും. ഇൻ കേസ് പേഷ്യൻറ്റിന് സ്പൈനാണ്, ലോഗ് റോൾ മൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്യൂബ് ഫീഡിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ എന്തിനാ ഈ 30 to 40 degree നമ്മൾ എലിവേറ്റ് ചെയ്യുന്നത്, ആസ്പിറേഷൻ ന്യൂമോണിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ നമ്മൾ മൗത്ത് കെയർ കൊടുക്കുക. മൗത്ത് കെയർ കൊടുക്കുക എന്ന് വെച്ചാൽ ക്ലോർഹെക്സിഡിനൊക്കെ വെച്ചിട്ട് മൗത്ത് കെയർ. അപ്പോൾ ഈ ഓർഗാനിസംസ് ലങ്സിലോട്ട് എൻ്റർ ചെയ്യാതെ അതൊക്കെ പ്രിവെൻ്റ് ആവും. സോ അങ്ങനെയുള്ള നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ വെന്റിലേറ്റർ സെറ്റിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ റിസ്ക് ഓഫ് സെറ്റിംഗ് ടൈഡൽ വോളിയം ടു ഹൈ ഓൺ എ വെന്റിലേറ്റർ. നമ്മളിപ്പോൾ വെന്റിലേറ്ററിൽ ടൈഡൽ വോളിയം, നമ്മളെ റെസ്പിറേറ്ററി റേറ്റ്, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ. ഓക്സിജൻ FiO2 ഇൻസ്പയർഡ് ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ അല്ലേ. സോ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കും. സോ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന TV കൂടിപ്പോയാൽ ടൈഡൽ വോളിയം കൂടിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്, ന്യൂമോതോറാക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് വയ്ക്കുക കേട്ടോ. ദെൻ വെന്റിലേറ്റർ മോഡ് സെറ്റിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VCV എന്ന് വെച്ചാൽ വോളിയം കൺട്രോൾ വെന്റിലേറ്റർ. അതിൽ പേഷ്യൻറ്റ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് വെന്റിലേറ്ററായിരിക്കും, റെസ്പിറേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് വെന്റിലേറ്റർ ആയിരിക്കും. പ്രഷർ കൺട്രോൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ അതായത് പേഷ്യൻറ്റും വെന്റിലേറ്ററും കൂടെ ചേർന്ന് സിങ്ക്രണൈസ് ചെയ്ത് പോകുന്നൊരു സംഭവമാണ്. പിന്നെ ടൈഡൽ വോളിയം, പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ, അത് എത്ര വരെ വയ്ക്കാമെന്ന് നോക്കാം. പിന്നെ SIMV എന്താ, പിന്നെ AACPS അതായത് അസിസ്റ്റ് കൺട്രോൾ, പ്രഷർ കൺട്രോൾ, CPAP, ദെൻ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ, റെസ്പിറേറ്ററി റേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, അത് കൂടിപ്പോയാൽ എന്ത് പറ്റും, കുറഞ്ഞു പോയാൽ എന്ത് പറ്റും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വായിച്ച് വയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ റോൾ ഇൻ മാനേജിങ് ആൻ ഇൻറ്റുബേറ്റഡ് പേഷ്യൻറ്റ്. ഒരു ഇൻറ്റുബേറ്റഡ് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന നിങ്ങളുടെ റോൾ എന്തുവാണെന്നാണ് ചോദ്യം. സോ നമുക്കൊരു സാമ്പിൾ ആൻസർ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ എയർവേ പാറ്റൻസി. എയർവേ എപ്പോഴും പാറ്റൻ്റ് ആണോ എന്ന് നമ്മൾ ചെയ്യുക. സെക്രീഷൻസ് ഒക്കെ കയറി അടഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് വെന്റിലേഷൻ കിട്ടാതെയൊക്കെ ആവാനാണ് ചാൻസ് ഉണ്ട്. സോ 2 hourly നമ്മൾ കറക്റ്റ് സക്ഷനൊക്കെ കൊടുത്ത് പിന്നെ അത് പാറ്റൻ്റ് ആണോ, ട്യൂബ് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ET2 പ്ലേസ്മെൻറ്റ് ആൻഡ് കഫ് പ്രഷർ എപ്പോഴും നോക്കുക. ET2 പ്ലേസ്മെൻറ്റിലാണോ, അത് ഡിസ്പ്ലേസ്ഡ് ആയോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ICUയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമുക്ക് സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ 2 ലങ്സിലും ഒരേപോലെ ആണോ എയർ മൂവ്മെൻറ്റ് ഉള്ളതെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇൻ കേസ് അത് ഈസോഫാഗസിലോട്ടാണ്, അതും കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ദെൻ ഓറൽ കെയർ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. സക്ഷനിങ് ആസ് റിക്വയർഡ്, സ്റ്റെറൈൽ ടെക്നിക്ക് തന്നെ ഫോളോ ചെയ്യുക. മോണിറ്റർ വെന്റിലേറ്റർ സെറ്റിങ്സ്, ദെൻ അസസ് ഫോർ വീനിങ് റെഡിനെസ്. ഇപ്പം പേഷ്യൻ്റ് എന്തെങ്കിലും ട്യൂബ് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ അലാം അടിക്കും കേട്ടോ. ഹൈ മിനിറ്റ് വോളിയം അതൊക്കെ അടിക്കും. സോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ പ്രിവെൻറ്റ് പ്രഷർ ഇഞ്ചുറീസ്. പ്രഷർ ഇഞ്ചുറീസ് മാറ്റുക. ദെൻ ഇൻഷുർ സിഡേഷൻ ആൻഡ് പെയിൻ മാനേജ്മെൻറ്റ്. ദെൻ ഡോക്യുമെൻറ്റ് ഓൾ ഇൻ്റർവെൻഷൻസ്. സോ ഡോക്യുമെൻറ്റേഷൻ എല്ലാ പ്രൊസീജിയറിലും നമ്മൾ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. സോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു മാനേജ് എ പേഷ്യൻ്റ് വിത്ത് സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്ക് ICUയിൽ മെയിനായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ സെപ്റ്റിക് ഷോക്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പേഷ്യൻ്റ് സെപ്റ്റിക് ഷോക്കിലോട്ട് പോവുകയാണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഓക്സിജൻ തെറാപ്പി, എസ്റ്റാബ്ലിഷ് 2 large bore IV lines ഒക്കെ ക്ലിയർ ആണെന്ന് നോക്കുക. ദെൻ ഡ്രോ ബ്ലഡ് കൾച്ചേഴ്സ്, അഡ്മിനിസ്റ്റർ ആൻറ്റിബയോട്ടിക്സ്, ഗീവ് 30 ml/kg ഫ്ലൂയിഡ് ബോളസ്, സ്റ്റാർട്ട് വാസോപ്രസസ്, മോണിറ്റർ യൂറിൻ ഔട്ട്പുട്ട് ആൻഡ് മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് എക്സെപ്സസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ആർ ക്രിട്ടിക്കൽ ഇൻ ICU. എന്ത് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സാണ് നമ്മൾ ICUയിൽ ക്രിട്ടിക്കലായിട്ട് ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് സ്ട്രിക്റ്റ് ഹാൻഡ് ഹൈജീൻ. എന്തിനും ഏതും നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷിംഗ് ചെയ്യണം. സ്ട്രിക്റ്റ് ഹാൻഡ് ഹൈജീൻ, PP പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് യൂസ്, ദെൻ സെപ്റ്റിക് ലൈൻ കെയർ. സെൻട്രൽ ലൈനൊക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് സെപ്റ്റിക് വേയിൽ എന്ത് ചെയ്യുക, അതിന് കെയർ കൊടുക്കുക. ദെൻ എൻവിയോൺമെൻറ്റൽ ക്ലീനിങ്, ഐസൊലേഷൻ പ്രിക്കോഷൻ, safe disposal of sharps, then catheter care bundle, VAP bundle, and following all ICU infection control protocols. Okay. The next question എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് നിങ്ങൾ ICUയിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അറസ്റ്റിലേക്ക് പോവുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ അൺറെസ്പോൺസീവ്നെസ്. പേഷ്യൻ്റ് ഒന്ന് വിളിച്ച് നോക്കുക, അൺറെസ്പോൺസീവ്നെസ് നോക്കുക. ദെൻ കോഡ് ബ്ലൂ. ഓക്കെ, കോഡ് ബ്ലൂ. ദെൻ സ്റ്റാർട്ട് CPR, അറ്റാച്ച് defibrillator, assist in intubation, then prepare emergency drugs, record in events, communicate clearly with the team. I focus on speed, teamwork and maintaining കമ്പോസ്റ്റർ. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടും നമ്മൾ എന്ത് ചെയ്യുക? CPR കുറച്ച് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അതിൻ്റെ കംപ്രഷൻസ്, അഡൽട്ടിന് പീഡിയാട്രിക്കിന് എത്ര കൊടുക്കും, അതിൻ്റെ ഡെപ്ത് ഓഫ് കംപ്രഷൻ, റേറ്റ് ഓഫ് കംപ്രഷൻ. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സിൻ്റെ നെയിം. അപ്പോൾ ICU സെറ്റപ്പിനകത്ത് തന്നെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഡ്രഗ്സാണ്. നമ്മളിപ്പം വാർഡിലുള്ളത് പോലെയല്ല, ഒരുപാട് വെറൈറ്റി അട്രോപ്പിൻ, അഡ്രിനാലിൻ, വാസോപ്രസസ് ആയിട്ടുള്ള വാസോപ്രസിൻ, പിന്നെന്താ നോറഡ്രിനാലിൻ, ഡോപ്പാമിൻ. സോ ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ഡ്രഗ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോ അതിനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ, എമർജൻസി ഡ്രഗ്സ്. ഓക്കെ, പിന്നെ വരുന്ന ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ABG ഇൻ്റർപ്രിട്ടേഷൻ. നമുക്കറിയാം വെൻറ്റിലേറ്റർ പേഷ്യൻസിന് എന്നും ABG അനാലിസിസ് ഉണ്ടാവും. സോ അതിനകത്താണ് നമുക്ക് അസിഡോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്, ആൽക്കലോസിസ് ഒക്കെ അനുസരിച്ചിട്ട് അവർ വെൻറ്റിലേറ്റർ സെറ്റിങ്സ് മാറ്റും. സോ അസിഡോസിസ്, ആൽക്കലോസിസ് മാനേജ് ചെയ്യും. സോ നമ്മൾ ABG ഇൻ്റർപ്രിട്ടേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സോ അതൊരു മെയിൻ കാര്യമാണ് കേട്ടോ. ABG അനാലിസിസ് പഠിക്കണം. വാട്ട് ആർ ദ കോസസ് ഓഫ് മെറ്റബോളിക് എസ്റ്റോസിസിൻ്റെ കോസസ് പഠിക്കുക. ദെൻ വാട്ട് ആർ ദ സിംറ്റം ഓഫ് റേസ്ഡ് ICP. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് റേസ്ഡ് ICP? വാട്ട് ഈസ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ? അനദർ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ, GCS. നമ്മൾ പറയും, നമ്മളെല്ലാ ICUയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനറിയാം, എല്ലാ പേഷ്യൻസിൻ്റെയും നമ്മൾ റിസീവിങ് നോട്ടൊക്കെ എഴുതുമ്പോഴും ഹാൻഡ് ഓവർ നോട്ട് എഴുതുമ്പോഴും നമ്മൾ എഴുതുന്നൊരു കാര്യമാണ് GCS സ്കോർ അല്ലേ. അതായത് E4, V5, M6 പേഷ്യൻറ്റിന് എത്ര സ്കോർ ഉണ്ടെന്ന് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും? നോക്കി കൊടുക്കും. ചില പേഷ്യൻസ് E1, V2, M1 ഒരു സ്കോറും കാണാത്ത പേഷ്യൻ്റ് നമ്മൾ അങ്ങനെ എഴുതും. സോ പകുതിയൊക്കെ തുടങ്ങണ E2, V2, M5, അപ്പോൾ ഫുൾ കമൻറ്റ് അനുസരിക്കുന്ന M6. സോ അങ്ങനെയൊക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ GCS സ്കോർ ചെയ്യാനുണ്ട്. സോ ICUയിൽ ഈ പേഷ്യൻറ്റിൻ്റെ സ്കോർ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾക്ക് GCS സ്കോർ ചിലപ്പോൾ ഒരു കണ്ടീഷൻ തന്നിട്ട് ഈ പേഷ്യൻറ്റ് ഇങ്ങനെ ഒബേ ചെയ്യുന്നു, കണ്ണിത്രേ തുറക്കുന്നുള്ളൂ, സോ വെർബൽ ഇങ്ങനെയാണ്, സോ ആ പേഷ്യൻറ്റ് എത്ര GCS സ്കോർ ഉണ്ടാവാം എന്ന് ചോദിക്കാം. സോ നിങ്ങൾ ICUയിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങളൊന്ന് നോക്കുക. GCS സ്കെയിലിൻ്റെ മെഷർമെൻറ്റ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ അറിഞ്ഞുകൂടാത്തവർ നോക്കി വയ്ക്കുക. പിന്നെ പ്യൂപ്പിൾ അസസ് ചെയ്യുന്നത് കേട്ടോ. പേളാണോ അതൊക്കെ അറിയാമല്ലോ. റിയാക്ടിങ് ടു ലൈറ്റ്, സ്ലഗിഷ് ആണോ, അനൈസോകോറിയ എന്താണ്, സോ അതൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ICUക്കകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. സോ അതൊന്നും നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾ തപ്പിത്തടയരുത് കേട്ടോ. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ GCS സ്കോർ വളരെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ CPAP ആൻഡ് BiPAP, സ്റ്റെപ്സ് ഇൻ സെൻട്രൽ ലൈൻ കെയർ, ഇൻഡിക്കേഷൻസ് ഫോർ ഇൻട്യൂബേഷൻ, ദെൻ ICU നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, സോ ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് റേസ്ഡ് ICP? റേസ്ഡ് ICPയിൽ നമ്മൾ എന്തൊക്കെ സിംറ്റംസ് പേഷ്യൻറ്റ് കാണിക്കും? ദെൻ വാട്ട് ഈസ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അഗെയിൻ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ CPAP ആൻഡ് BiPAP. ഇത്രയുമാണ് പോസിബിൾ ആയിട്ടുള്ള ICU നഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് കുറച്ച് ICU എന്ന് പറയുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, അഡ്വാൻസ്ഡ് ഡ്രഗ്സ്. സോ ഇതിനെല്ലാം പറ്റി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്തുകൊണ്ട് ICU സെലക്ട് ചെയ്തു, ICU നഴ്സിംഗ് എക്സ്പീരിയൻസ്, ഇതിനൊക്കെ പറ്റിയൊരു കഥ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഒക്കെ കുറച്ച് ഓർമ്മിച്ച് വയ്ക്കുക. സോ ICU റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. പീഡിയാട്രിക് ICUവിനെ കുറിച്ചിട്ട് ചോദിക്കുന്നത് വെച്ചാൽ പീഡിയാട്രിക് ICU ഇങ്ങനെ തന്നെയാണ് വരുന്നത്. വൈ യു ചൂസ് പീഡിയാട്രിക് ICU എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ കുഞ്ഞു പിള്ളേരെ മാനേജ് ചെയ്യുന്നത് വലിയവരെ മാനേജ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്
ഡിഫറൻസ് ചോദിക്കാം. ഡ്രഗ്സിൻ്റെ കാൽക്കുലേഷൻ അതിൽ ഡിഫറൻസ് വരുന്നുണ്ട്, അങ്ങനെ ഡ്രോപ്സ് കാൽക്കുലേഷൻ ഇതൊക്കെ ചോദിച്ചേക്കാം. അതൊക്കെ അറിയാമായിരിക്കുമല്ലോ. സോ അതൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ICU റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു അഗൈൻ.